ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗാർട്ടർ പാമ്പുകളെ പറ്റിയാണ്. കൊളൂബ്രിഡേ കുടുംബത്തിലെ താനോഫീസ് ജനസിൽപ്പെടുന്ന ചെറുതും ഇടത്തരവുമായ പാമ്പുകളുടെ പൊതുവായ പേരാണ് ഗാർട്ടർ പാമ്പ്. വടക്കൻ മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇവയുടെ ജന്മദേശം വടക്ക് മധ്യ കാനഡ മുതൽ തെക്ക് കോസ്റ്റാറിക്ക വരെയാണ്. ഏകദേശം 37 അംഗീകൃത സ്പീഷീസുകളും 52 ഉപജാതികളുമുള്ള ഗാർട്ടർ പാമ്പുകൾക്ക് കാഴ്ചയിൽ വലിയ വ്യത്യാസമുണ്ട്. സാധാരണയായി അവയ്ക്ക് വൃത്താകൃതിയിലുള്ള കൃഷ്ണമണികളുള്ള വലിയ വൃത്താകൃതിയിലുള്ള കണ്ണുകളും നേർത്ത ശരീരഘടനയും കേൾഡ് ചെമ്പരുകളും പാടുകൾ ഉൾപ്പെടാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന രേഖാംശ വരകളുടെ ഒരു പാറ്റേണുമുണ്ട്. ചില ഉപജാതികൾക്ക് നീല, മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് നിറങ്ങളിലുള്ള വരകളുണ്ട്. അവ കറുത്ത മുകൾ ഭാഗവും പീച്ചിട്ടാൻ അടിവയറ്റിലെ അടയാളങ്ങളും കലർന്നതാണ്. അവ മൊത്തം നീളത്തിലും ഗണ്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഗാർട്ടർ പാമ്പുകൾക്ക് നെറോഡിയ ജനസുമായി അടുത്ത ബന്ധമുള്ളവയാണ്. ചിലത് സ്പീഷീസുകൾ ജനസുകൾക്കിടയിൽ മുന്നോട്ടും പിന്നോട്ടും നീക്കപ്പെട്ടിട്ടുണ്ട്. ഗാർട്ടർ പാമ്പുകൾ അവയുടെ ഉഭയജീവികളിൽ നിന്നുള്ള വിഷവസ്തുക്കളെ കരളിൽ നിലനിർത്താൻ സാധ്യതയുള്ളതിനാൽ ലോകത്തിലെ വിഷമുള്ള ചുരുക്കം ചില പാമ്പുകളിൽ ഒന്നാണിത്. ഗാർട്ടർ പാമ്പുകൾ യഥാർത്ഥത്തിൽ കിഴക്കൻ കനേഡിയൻ ദ്വീപായ ന്യൂഫൗണ്ട്ലാൻഡിൻ്റേതല്ല, മറിച്ച് അവിടെ കാട്ടിൽ പ്രജനനം നടത്തുകയും ക്രമേണ വ്യാപിക്കുകയും ചെയ്തിരുന്നു. അവ എങ്ങനെയോ ദ്വീപിൽ എത്തിയതാണെന്ന് അറിയില്ല. ഒരുപക്ഷേ യാദൃശ്ചികമായി വൈക്കോൽ കയറ്റുമതിയിലൂടെയോ അല്ലെങ്കിൽ രക്ഷപ്പെട്ട വളർത്തുമൃഗങ്ങളായോ ആയിരിക്കാം. വൈവിധ്യമാർന്ന ഭക്ഷണക്രമങ്ങളും വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും വെള്ളത്തോടുള്ള വ്യത്യസ്ത സാമീപ്യവുമാണ് അവയുടെ വ്യാപകമായ വിതരണത്തിന് കാരണമായി തീർന്നത്. എന്നിരുന്നാലും വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഈ പാമ്പുകൾ കിഴക്കൻ ഭാഗത്തേക്കാൾ കൂടുതൽ ജലജീവികളാണ്. ഗാർട്ടർ പാമ്പുകൾ വനങ്ങൾ, വനപ്രദേശങ്ങൾ, വയലുകൾ, പുൽമേടുകൾ, പുൽത്തകിടുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ആവാസ വ്യവസ്ഥകളിലാണ് താമസിക്കുന്നത്. പക്ഷേ ഒരിക്കലും വെള്ളത്തിൽ നിന്ന് വളരെ അകലെയല്ല. പലപ്പോഴും അടുത്തുള്ള തണ്ണീർത്തടങ്ങൾ, അരുവികൾ അല്ലെങ്കിൽ കുളം ഉഭയജീവികൾ അവയുടെ ഭക്ഷണത്തിൻ്റെ വലിയൊരു ഭാഗമാണെന്ന വസ്തുത ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഉയരമുള്ള കളകളുള്ള ചെറിയ കുളങ്ങൾക്ക് സമീപമാണ് ഗാർട്ടർ പാമ്പുകളെ പലപ്പോഴും കാണപ്പെടുന്നത്. ഗാർട്ടർ പാമ്പുകൾക്ക് സങ്കീർണമായ ഫെറോമോണൽ ആശയവിനിമയ സംവിധാനങ്ങളുണ്ട്. ഫെറോമോണിൻ്റെ സുഗന്ധമുള്ള പാതകൾ പിന്തുടർന്ന് അവയ്ക്ക് മറ്റ് പാമ്പുകളെ കണ്ടെത്താൻ കഴിയുന്നു. ആൺ-പെൺ സ്കിൻ ഫെറോമോണുകൾ വളരെ വ്യത്യസ്തമാണ്. അതിനാൽ അവയെ പെട്ടെന്ന് വേർതിരിച്ച് അറിയാൻ കഴിയും. എന്നിരുന്നാലും ഗാർട്ടർ പാമ്പുകൾ ചിലപ്പോൾ ആൺ-പെൺ ഫെറോമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇണചേരൽ സമയത്ത് ഈ കഴിവ് മറ്റ് ആൺപാമ്പുകളെ കബളിപ്പിച്ച് അവയുമായി ഇണചേരാൻ ശ്രമിക്കുന്നു. ഇത് ക്ലെപ്റ്റോതെർമിയിൽ അവയിലെ താപം കൈമാറ്റം ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇത് ഹൈബർനേഷന് തൊട്ടു പിന്നാലെ ഒരു നേട്ടമാണ്. ഇത് അവയെ കൂടുതൽ സജീവമാകാൻ അനുവദിക്കുന്നു. പെൺപാമ്പുകൾ ഇണചേരൽ പോരാട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുഹയിൽ രൂപം കൊള്ളുന്ന ഇണചേരൽ പന്തുകളിൽ ആൺ-പെൺ ഫെറോമോണുകൾ പുറപ്പെടുവിക്കുന്നത് സാധാരണ ആൺപാമ്പുകളേക്കാൾ കൂടുതൽ ഇണചേരൽ നേടുന്നതായി കാണിച്ചിട്ടുണ്ട്. ഒരു പാമ്പ് വിരിയിക്കുന്ന സ്ഥലത്ത് 57 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരിക്കാറുണ്ട്. ഗാർട്ടർ പാമ്പുകൾ വോമറോണസൽ അവയവം ഉപയോഗിച്ച് ഫെറോമോണുകൾ വഴി ആശയവിനിമയം നടത്തുന്നു. ഇത് നാക്ക് ചലിപ്പിക്കുന്നതിലൂടെ പരിസ്ഥിതിയിലെ രാസസൂചകങ്ങൾ ശേഖരിക്കുന്നു. അവയവത്തിൻ്റെ ലൂമനിലേക്ക് പ്രവേശിക്കുമ്പോൾ രാസതന്മാത്രകൾ വോമറോണസൽ അവയവത്തിൻ്റെ ന്യൂറോ സെൻസറി എപ്പിത്തീലിയത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറി കോശങ്ങളുമായി സമ്പർക്കം പുലർത്തും. ശല്യപ്പെടുത്തൽ ഒരു ഗാർട്ടർ പാമ്പ് ചുരുണ്ടുകൂടുകയും ഇടിക്കുകയും ചെയ്യും. പക്ഷേ അത് സാധാരണയായി തല മാർക്കുകയും വാൽ വളയ്ക്കുകയും ചെയ്യും. ഈ പാമ്പുകൾ ക്ലോക്കയ്ക്ക് സമീപമുള്ള ഒരു ഗ്രന്ഥിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന മസ്കി ഗന്ധമുള്ള ഒരു സ്രവവും പുറപ്പെടുവിക്കും. വടക്കേ അമേരിക്കൻ ഗാർട്ടർ പാമ്പുകളിൽ നിന്നുള്ള ഈ സ്രവത്തിൽ 7 ഉയർന്ന ദുർഗന്ധമുള്ള ബാഷ്പശീല ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു.
കരയിലെ ഒരു വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അവ വെള്ളത്തിലേക്ക് തെന്നി മാറും. പരുന്തുകൾ, കാക്കകൾ, എഗ്രേറ്റുകൾ, ഹെറോണുകൾ, ക്രേനുകൾ, റാക്കൂണുകൾ, ഒട്ടറുകൾ, മറ്റ് പാമ്പുകൾ, പവിഴപാമ്പുകൾ, കിങ് സ്നേക്കുകൾ പോലുള്ളവ ഗാട്ടർ പാമ്പുകളെ ഭക്ഷിക്കാറുണ്ട്. എല്ലാ ഉരകങ്ങളെയും പോലെ ഹെറ്ററോതെർമൽ ആയതിനാൽ ഗാട്ടർ പാമ്പുകളും ശരീര താപനില നിയന്ത്രിക്കാൻ സൂര്യനിൽ കുളിക്കുന്നു. ഓവുലേഷൻ സമയത്ത് ഗാട്ടർ പാമ്പുകൾ സാധാരണയായി ഹൈബർനാക്കുല എന്നറിയപ്പെടുന്ന വലിയ പൊതുസ്ഥലം കൈവശപ്പെടുത്തുന്നു. ഈ പാമ്പുകൾ ബ്രൂമെറ്റിലേക്ക് വളരെ ദൂരം ദേശാടനം ചെയ്യുന്നു. എല്ലാ പാമ്പുകളെയും പോലെ ഗാട്ടർ പാമ്പുകളും മാംസഭോജികളാണ്. അവയുടെ ഭക്ഷണത്തിൽ അവയ്ക്ക് കീഴടക്കാൻ കഴിയുന്ന മിക്കവാറും എല്ലാ ജീവികളും ഉൾപ്പെടുന്നു. ഗാട്ടർ പാമ്പുകൾ വിഷമില്ലാത്തവയാണെന്ന് വളരെ കാലമായി കരുതിയിരുന്നു. എന്നാൽ 2000കളുടെ തുടക്കത്തിൽ നടത്തിയ കണ്ടെത്തലുകളിൽ അവ ഒരു ന്യൂറോടോക്സിക് വിഷം ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി. ഇതൊക്കെയാണെങ്കിലും ഗാട്ടർ പാമ്പുകൾക്ക് അവ ഉൽപ്പാദിപ്പിക്കുന്ന താരതമ്യേന നേരിയ വിഷത്തിൻ്റെ ചെറിയ അളവിൽ മനുഷ്യരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കാനോ കൊല്ലാനോ കഴിയില്ല. മാത്രമല്ല അത് വിതരണം ചെയ്യുന്നതിനുള്ള ഫലപ്രദമായ മാർഗങ്ങളും അവയ്ക്കില്ല. ചില സന്ദർഭങ്ങളിൽ ചില വീക്കങ്ങളും ചതവുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയുടെ വായുടെ പിൻഭാഗത്ത് വലുതായ പല്ലുകളുണ്ട്. എന്നാൽ അവയുടെ മോണകൾ ഗണ്യമായി വലുതാണ്. കൂടാതെ അവയുടെ ഡുവർണോവിയുടെ ഗ്രന്ഥിയുടെ സ്രവങ്ങൾ നേരിയ തോതിൽ മാത്രമേ വിഷാംശമുള്ളൂ. വന്യജീവിതത്തിൽ ശരാശരി 4 മുതൽ 6 വർഷം വരെ ജീവിക്കും. വളർത്തു പ്രദേശങ്ങളിൽ നല്ല പരിപാലനത്തോടെ 10 മുതൽ 15 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.